Hi everyone, welcome to Toz Academy. സെറ്റ് നെറ്റ് കേടെറ്റ് സീടെറ്റ് PSC അങ്ങനെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോഴും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് നമ്മുടെ പ്രിപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതും അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ സെയിം കൺസെപ്റ്റ് കാണാൻ സാധിക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ ചില ഡിജിറ്റ്സ് ഒക്കെ മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സെയിം ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ള ഏരിയയിൽ നിന്നുമുള്ള, അതായത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ നിന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് P and Q are prime numbers, the number of generators of the cyclic group set PQ is equal to option 1 PQ, option B P minus 1 into Q minus 1, option C PQ minus 1, option D PQ into P minus 1 into Q minus 1. ഓക്കെ, അപ്പോൾ ഇവിടെ മിക്കപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മുടെ സൈക്ലിക് ഗ്രൂപ്പ് സെഡ്ഡനിൻ്റെ, ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പായ സെഡ്ഡനിൻ്റെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? സെഡ് പി ക്യൂവിൻ്റെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? സെഡ്ഡനിലെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എങ്ങനെ? നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് Zn ഈക്വൽ ടു phi ഓഫ് n ആണ്. ഓക്കെ, നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് Zn ഇസ് ഈക്വൽ ടു phi ഓഫ് n. അപ്പോൾ phi ഓഫ് n എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? phi ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്നിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതായത് P1 പവർ n1, P2 പവർ n2, എക്സെട്ര PR പവർ nr. ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ phi ഓഫ് n എന്ന് പറയുന്നത് n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ PR. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്നിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. P1 പവർ n1, P2 പവർ n2, എക്സെട്ര PR പവർ nr, P1 P2 P3 എക്സെട്ര PR ആർ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ദെൻ phi ഓഫ് n ഇസ് ഈക്വൽ ടു n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1, ഫസ്റ്റ് പ്രൈം. ദെൻ അടുത്തത് 1 മൈനസ് 1 ബൈ P2. ഓക്കെ, എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ PR. ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ട ഇതാണ് phi ഓഫ് P ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ phi ഓഫ് P ഇസ് ഈക്വൽ ടു P മൈനസ് 1. ഓക്കെ, ഫസ്റ്റ് വൺ phi ഓഫ് n എന്താണെന്നുള്ളത്, സെക്കൻഡ് വൺ phi ഓഫ് P ഇസ് ഈക്വൽ ടു P മൈനസ് 1 വെയർ P ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, ഇനി മൂന്നാമത് തേർഡ് വൺ phi ഓഫ് n ഇൻറ്റു m, phi ഓഫ് n ഇൻറ്റു m ഈക്വൽ ടു phi ഓഫ് n ഇൻറ്റു phi ഓഫ് m. എപ്പോഴാണ്? whenever, if and only if. ഓക്കെ, GCD ഓഫ് n ആൻഡ് m ഈക്വൽ ടു 1. GCD ഓഫ് m ആൻഡ് n ഈക്വൽ ടു 1 ആവുന്ന കേസിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? phi ഓഫ് mn ഈക്വൽ ടു phi ഓഫ് n ആൻഡ് phi ഓഫ് n ഇൻറ്റു phi ഓഫ് m. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള റിസൾട്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. P and Q ആർ പ്രൈം നമ്പേഴ്സ്, ദെൻ ദ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ആർ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് സെറ്റ് PQ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ എന്താണ്? PQ ആണ്. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് phi ഓഫ് PQ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അല്ലേ? phi ഓഫ് PQ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് അവരുടെ GCD എന്തായിരിക്കും? GCD ഓഫ് P ആൻഡ് Q, പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് GCD ഓഫ് P ആൻഡ് Q ഈക്വൽ ടു 1. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? phi ഓഫ് PQ ഈക്വൽ ടു GCD ഓഫ് n ആൻഡ് m ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? phi ഓഫ് P ഇൻറ്റു phi ഓഫ് Q. ഓക്കെ, ഹിയർ P ആൻഡ് Q ആർ പ്രൈം നമ്പേഴ്സ്. പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ phi ഓഫ് P ഇസ് ഈക്വൽ ടു P മൈനസ് 1 ആൻഡ് phi ഓഫ് Q ഇസ് ഈക്വൽ ടു Q മൈനസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇവിടെ ജനറൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ക്യൂബ് ഡി വൈ പ്ലസ് 3x² y മൈനസ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് ഓപ്ഷൻ എ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി, ഓപ്ഷൻ ബി x² y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി, ഓപ്ഷൻ സി എക്സ് ക്യൂബ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി, ഓപ്ഷൻ ഡി എക്സ് ക്യൂബ് വൈ ഈക്വൽ ടു 2 ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജനറൽ സൊല്യൂഷനാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അല്ലേ. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വേറെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഡിഫറൻസിയേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് വെച്ച് വെരിഫൈ ചെയ്താൽ മതി ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. എ പറയുന്നത് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി ആണ്. സോ നമ്മൾ രണ്ടിടത്തും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് ഇ റേസ് ടു എക്സ്. ഓക്കെ, ഇ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പോൾ എന്താ, ഡി ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്. സോ നമ്മൾ പ്രോഡക്റ്റ് റൂള് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യും, എക്സ് ഇൻറ്റു ഡി വൈ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ ഇവിടെ എന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 0 ആണ് വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്, ഇ റേസ് ടു എക്സ് ഡി എക്സ് ആണ് അതിൻ്റെ ഡെറിവേറ്റീവ്, പ്ലസ് 0ൻ്റെ ഡെറിവേറ്റീവ് ഓഫ് 0 ഇസ് എ കോൺസ്റ്റൻറ്റ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി ജസ്റ്റ് നമ്മൾ ഈ ഡി എക്സിൻ്റെ ടേംസും ഡി വൈയുടെ ടേംസൊക്കെ ഒരുമിച്ച് എഴുതുക. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഡി വൈ പ്ലസ് ഇവിടെ ഡി എക്സ് ഉണ്ട്, ഇവിടെയും ഡി എക്സ് ഉണ്ട്, ഇയാളെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ നമുക്ക് എന്ത് കിട്ടും, വൈ മൈനസ് ഇ റേസ് ടു എക്സ് ഡി വൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണോ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അല്ല. സോ ഇതിൻ്റെ സൊല്യൂഷൻ അല്ല, ഓപ്ഷൻ എ അതിൻ്റെ സൊല്യൂഷൻ അല്ല നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഈ സെയിം വേയിൽ നമുക്ക് ഓപ്ഷൻ ബി വെരിഫൈ ചെയ്യാം. ഓപ്ഷൻ ബി വെരിഫൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടിടത്തും എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക. ഡി ഓഫ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു ഡി ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഓപ്ഷൻ ബി ആണ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് വൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും, ഡി ഇ റേസ് ടു എക്സ്. ഡി ഇ റേസ് ടു എക്സ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, അതെന്ത് വരും നമുക്ക്, ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ഡി വൈ പ്ലസ് വൈ ഡി എക്സ് സ്ക്വയർ അല്ലേ. അതായത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x ഡി എക്സ് ആണ് നമുക്ക് കിട്ടുക. 2x ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡി എക്സിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി വൈ പ്ലസ് 2x മൈനസ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതല്ല നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ഈ സെക്കൻഡ് ഓപ്ഷൻ ഇതിൻ്റെ സൊല്യൂഷൻ ആവില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി തേർഡ് ഓപ്ഷൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി ആണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഇവിടെ എക്സ് ക്യൂബ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഈസ് ഡി ഓഫ് എക്സ് ക്യൂബ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ നമ്മൾ എങ്ങനെ എഴുതുന്നു, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതി അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഡി ഓഫ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതണം എക്സ് ക്യൂബ് ഇൻറ്റു ഡി വൈ പ്ലസ് വൈ ഇൻറ്റു 3x എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ് ഇൻറ്റു 3x സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇനി ഡി എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുക. സോ വി ഗെറ്റ് എക്സ് ക്യൂബ് ഡി വൈ പ്ലസ് 3
എക്സ് സ്ക്വയർ വൈ മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കിട്ടി? ഈ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? ഇതാണ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് പറ്റും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീനിയർ ഓൾജിബ്രയിലെയാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. If the characteristic equation of a matrix M is lambda square minus lambda minus 1 equal to 0, then option A, M inverse is equal to M, option B, M inverse is equal to M plus I, option C, M inverse is equal to M minus I, option D, none of these. Okay. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ആ മെട്രിക്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? അറിയാമായിരിക്കും, കെയ്ലി ഹാമിൽട്ടൺ തിയറം. കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് എവ്രി സ്ക്വയർ മെട്രിക്സ് അല്ലേ, എവ്രി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് its characteristic equation. ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് പി ഓഫ് എക്സ് എങ്കിൽ ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം വി ക്യാൻ റൈറ്റ് പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എം, നമ്മുടെ സ്ക്വയർ മെട്രിക്സ് ആയ എമ്മിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0. സോ ഈ ഇക്വേഷൻ നമ്മുടെ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യും. സോ വി ക്യാൻ റൈറ്റ്, എങ്ങനെ എഴുതാം? എം സ്ക്വയർ മൈനസ് എം മൈനസ് ഐ ഈക്വൽ ടു 0. ഇപ്പോൾ ഡൗട്ട് വരാം, ഇവിടെ 1 അല്ലേ ഇവിടെ ഐ അല്ലേന്ന് അല്ലേ. അപ്പം അതിന് റീസൺ ഇതെന്താ, ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇതൊരു മെട്രിക്സ് ആകുമ്പോൾ അതിനൊരു ഓർഡർ 2x2 ഓർഡർ ആയിരിക്കും. ഇതും ഒരു മെട്രിക്സ് ആണ്, ഇത് സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇവിടെ 1 എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് അതിനെ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് അതിന് പകരം നമ്മൾ എഴുതും കേട്ടോ. അപ്പോൾ എം സ്ക്വയർ മൈനസ് എം മൈനസ് ഐ ഈസ് ഈക്വൽ ടു 0 എന്നിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇൻവേഴ്സ് ആണ്. സോ നമ്മളൊരു എം ഇൻവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം throughout. M inverse into m square minus m minus I equal to m inverse into 0. So നമുക്ക് എന്ത് കിട്ടും? m inverse m square minus m inverse m minus m inverse into I equal to 0 എന്ന് കിട്ടും. Okay, so we get m inverse into m raised to 2, that is minus 1 plus 2, that is m raised to 1 എന്ന് കിട്ടും. മൈനസ് എം ഇൻവേഴ്സ് ഇൻറ്റു എം, ഇതെന്താ നമുക്ക് കിട്ടുക? ഐഡൻറ്റിറ്റിയാണ് കിട്ടുക. ദിസ് ഇസ് ഐ, ഇതെന്താ? മൈനസ് എം ഇൻവേഴ്സ് അല്ലേ ഈക്വൽ ടു 0. ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എം ഇൻവേഴ്സ് ആണ്. സോ ഈ എം ഇൻവേഴ്സിന് ഇവിടേക്ക് ഉണ്ടായി നമുക്ക് എന്ത് കിട്ടും? എം ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എം മൈനസ് ഐ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. എം ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എം മൈനസ് ഐ. നെക്സ്റ്റ് നമ്മുടെ നമ്പർ തിയറി, അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോഡക്റ്റ് ജി സി ഡി ഓഫ് 197, 48 ആൻഡ് എൽ സി എം ഇൻറ്റു എൽ സി എം 197, 48 ഈസ് ഈക്വൽ ടു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ജി സി ഡിയുടെയും എൽ സി എമ്മിൻ്റെയും പ്രോഡക്റ്റ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഓക്കെ, നമുക്ക് ആ റിസൾട്ട് എന്ന് പറയാം. A and B are given numbers. Okay, നമ്മുടെ റിസൾട്ട് ഇതാണ് പറയുന്നത്. പ്രോഡക്റ്റ് ഓഫ് ദിസ് നമ്പർ, ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഈക്വൽ ടു എന്താണ്? ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു എൽ സി എം ഓഫ് എ ബി ആയിരിക്കും. ഓക്കെ, ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു എൽ സി എം ഓഫ് എ ബി ആയിരിക്കും. അപ്പോൾ ഈ ഗിവൺ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു എൽ സി എം ഓഫ് എ ബി. സോ നമുക്കിവിടെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്? ജി സി ഡി ഓഫ് 197, 48 ഇൻറ്റു എൽ സി എം ഓഫ് 197, 48, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 197 ഇൻറ്റു 48 ആണ്. 197 ഇൻറ്റു 48 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9456 ആണ് നമുക്ക് കിട്ടുന്നത്. 9456. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സീറോ ഡിവൈസേഴ്സ് ആർ സെറ്റ് 18. ഇതും അബ്സ്ട്രാക്ട് ആൾജിബ്രയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആണ്, സീറോ ഡിവൈസേഴ്സ് ആണ് ആരുടെ, സെഡ് 18ൻ്റെ. അപ്പോൾ ഈ സെഡ് എന്നിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആണ്. അപ്പോൾ സെഡ് എൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സെഡ് എൻ അല്ലേ. സെഡ് എന്നിലെ എലമെൻറ്റ്സ് ഇതാണെന്ന് കൺസിഡർ ചെയ്യുക. സെഡ് എന്നിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? സെഡ് എന്നിൽ 0, 1 to അപ് ടു n-1 വരെയാണ് ഇതിൽ എലമെൻറ്റ്സുകൾ വരുന്നത്. നമുക്കറിയാം സെഡ് എന്നിൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റി അല്ലെങ്കിൽ ജനറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, സീറോ ഡിവൈസേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഒരു സീറോ എലമെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 3 പാർട്ടായിട്ട് നമുക്ക് ഈ എലമെൻറ്റ്സിന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെഡ് എന്നെങ്കിൽ ഇവിടെ വരുന്ന ഒരു സീറോ എലമെൻറ്റ് ഉണ്ടായിരിക്കും. ബാക്കി എലമെൻറ്റ്സിലെ കുറച്ച് എലമെൻറ്റ്സ് സീറോ ഡിവൈസേഴ്സ് ഉണ്ടായിരിക്കും അതിൽ. ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ സീറോ ഡിവൈസേഴ്സ്, പിന്നെ ഇത് നമ്മുടെ യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം സെഡ് എന്നിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? ടോട്ടൽ n എലമെൻറ്റ്സ് ആണുള്ളത് അല്ലേ. ഈ n എലമെൻറ്റ്സിൽ നിന്ന് ഒരു എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് സീറോ എന്ന് പറയുന്നത് സീറോ ഡിവൈസറോ അല്ല യൂണിറ്റും അല്ല, ആ ഒരു എലമെൻറ്റ് പോയി. അപ്പോൾ n-1 എലമെൻറ്റ്സ് ആണുള്ളത്. ഇനി യൂണിറ്റ്സ് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ എത്ര ജനറേറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? സെഡ് എന്നിൽ 5 ജനറേറ്റേഴ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതും ഞാൻ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതായത് സെഡ് എന്നിൽ n എലമെൻറ്റ്സ് ഉണ്ട്, ആ n എലമെൻറ്റ്സിലെ ഒരു എലമെൻറ്റ് 0 ആണ്, അതിനെ ഞാൻ എടുത്തു മാറ്റി ഇവിടെ n-1 ആയി. ദെൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സ് അത് 5 ആണ്, അതും ഞാൻ ഈ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പോൾ ബാലൻസ് ഉള്ളത് എന്തായിരിക്കും? നമ്മുടെ സീറോ ഡിവൈസർ ആയിരിക്കും. സോ നമ്മുടെ സീറോ ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സെഡ് എന്നിൽ എത്ര സീറോ ഡിവൈസേഴ്സ് ഉണ്ടെന്ന് നോക്കാനായിട്ട് നമ്പർ ഓഫ് സീറോ ഡിവൈസേഴ്സ് ഓഫ് സെഡ് എൻ ഈക്വൽ ടു n-1 മൈനസ് 5 നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 5 റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ 5 എന്തായിരിക്കും ഇവിടെ വരിക? 5 ഈക്വൽ ടു, ആദ്യം 18നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 18നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 18 ഈക്വൽ ടു 9 into 2 അല്ലേ, അല്ലെങ്കിൽ 2 into 9. ദാറ്റ് ഈസ് ഈ 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 square into 2 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 3 square into 2 ആണ് നമ്മുടെ 18 വരുന്നത്. സോ ഇതെന്ത് വരും? 3 square into 2 into 1 minus 1/3 into 1 minus 1/2. 1 minus 1/2 is 1/2. സോ ഇതും ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 3 square into 1 minus 1/3 ദാറ്റ് ഈസ് 2/3. ഇതിലെ ഒരു 3യും കട്ട് ചെയ്തു പോയി. സോ നമുക്ക് എന്ത് കിട്ടും? 6 ആയിരിക്കും നമുക്ക് 5 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് n എന്താണ്? n-18 ആണ്. എന്നിൽ നിന്ന് ഒരു 1 പോവും, അതുപോലെ തന്നെ 6ഉം പോവും. അതായത് ഒരു 7 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 18ൽ നിന്ന് 7 പോയി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 11 ആണ്. സോ നമ്പർ ഓഫ് സീറോ ഡിവൈസേഴ്സ് ഓഫ് സെഡ് 18 ഈസ് ഈക്വൽ ടു 11. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of homomorphism from set 4 to set 2 cross set 2. ഓക്കെ, അപ്പോൾ നമുക്ക് set 4 to set 2 cross set 2ലെ നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ZNൽ നിന്ന് ZMലേക്ക് എത്ര നമ്പർ ഓഫ് ഹോമോമോർഫിസം ഉണ്ടെന്ന് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അതിനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ഹോമോമോർഫിസം. ആക്ച്വലി ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്, കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല ഇന്ന ഹോമോമോർഫിസം ആണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം ZN ടു ZM ഈസ് ഈക്വൽ ടു എത്രയാണ്? GCD നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. GCD ഓഫ് N and M നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഒരു ക്രോസ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ZNൽ നിന്ന് ZM1 ക്രോസ് ZM2 വേറെ ഉണ്ടെന്ന് കരുതുക, ക്രോസ് ZM3 അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് ഇതിൻ്റെ കണ്ടുപിടിച്ചാൽ മതി.
അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്നിൻ്റെയും M1ൻ്റെയും GCD ഫൈൻഡ് ഔട്ട് ചെയ്യും. GCD ഓഫ് N M1 ഇൻറ്റു GCD ഓഫ് എന്ത് ചെയ്യുക, ഈ എന്നിൻ്റെയും M2ൻ്റെയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. GCD ഓഫ് N M2. ഇനി ഇവിടെ വേറെ ഒരാളുകൂടി ഉണ്ടെങ്കിലോ, സെഡ് M3 ഉണ്ടെങ്കിലോ ഇവിടെ നമ്മൾ എന്തുകൂടി ചെയ്യണം, GCD ഓഫ് N M3. അങ്ങനെ എത്ര ആളുകളുണ്ടോ അത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, GCD ഓഫ് 4 and 2. GCD ഓഫ് 4 and 2 എന്ന് പറയുന്നത് 4 and 2 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് അല്ലേ. GCD ഓഫ് 4 and 2 ഈസ് 2. ഇവിടെയും നമുക്ക് എന്താണ്, GCD ഓഫ് 4 and 2 ആണ് അല്ലേ. GCD ഓഫ് 4 and 2 ഈസ് ഈക്വൽ ടു 2. ഇനി ഇവരുടെ പ്രോഡക്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി നമുക്കിതിൽ നിന്നുള്ള നമ്പർ ഓഫ് എന്ത് കണ്ടുപിടിക്കാനായിട്ട്, ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. സോ 2 into 2 equal to 4. അപ്പോൾ നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം Z4 to Z2 cross Z2 ഈസ് 4. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് B is a non-singular matrix and A equal to B into 0, 1, 2, 0, 0, 3, 0, 0, 3, 0, 0, 0, B inverse, then which of the following is true? Option A square equal to I, option B a cube equal to I, option C a square equal to 0, option D a cube equal to 0. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ലീനിയർ ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബി എന്താണ്, നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അതായത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എ തന്നിട്ടുണ്ട്, എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു 0, 1, 2, 0, 0, 3, 0, 0, 0 ബി ഇൻവേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എ ക്യൂബ് ഐ ആണോ നോക്കണം, എ ക്യൂബ് ഐ ആണോ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എ സ്ക്വയറും എ ക്യൂബൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓപ്ഷനിൽ ഏത് ആണ് ആൻസർ വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് എ സ്ക്വയർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ഇൻറ്റു എ ആണ് അല്ലേ. എ ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 0, 1, 2, 0, 0, 3, 0, 0, 0 ഇൻറ്റു ബി ഇൻവേഴ്സ് അല്ലേ. ഇൻറ്റു എ വീണ്ടും എഴുതുക, അതായത് ബി ഇൻറ്റു 0, 1, 2, 0, 0, 3, 0, 0, 0 ഇൻറ്റു ബി ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, ബി ഇൻവേഴ്സ് ഇൻറ്റു ബി, ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്താണ്, ഐഡൻറ്റിറ്റി ആണ്. സോ നമുക്കിതിനെ ഐ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്തായി, ബി ഇൻറ്റു 1, 0, 1, 2, 0, 0, 3, 0, 0, 0, 0, 1, 2, 0, 0, 3, 0, 0, 0 ബി ഇൻവേഴ്സ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതായത് ആക്ച്വലി ഇതെന്താണ്, ബി ഇൻറ്റു 0, 1, 2, 0, 0, 3, 0, 0, 0 സ്ക്വയർ ഇൻറ്റു ബി ഇൻവേഴ്സ് എന്നായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൻ്റെ സ്ക്വയർ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ 0, 1, 2, 0, 0, 3, 0, 0, 0 ഇതിൻ്റെ സ്ക്വയർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0, 0, 3, 0, 0, 0, 0, 0, 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ക്യൂബ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിലോ, ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ 0, 1, 2, 0, 0, 3, 0, 0, 0 ഇൻറ്റു 0, 0, 3, 0, 0, 0, 0, 0, 0 ആണ്. അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 0 മെട്രിക്സ് ആണ് കിട്ടുക. അത് മുന്നേ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. 0 മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ സ്ക്വയർ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടുക, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ബി ഇൻറ്റു നമ്മുടെ മെട്രിക്സ് എന്താ, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 0, 0, 3, 0, 0, 0, 0, 0, 0 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇൻറ്റു ബി ഇൻവേഴ്സ്. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. സോ ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ സിയും തെറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ എന്തെന്ന് നോക്കുക, എ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുക. എ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് എ കിട്ടി അല്ലേ. ബി ഇൻറ്റു 0, 0, 3, 0, 0, 0, 0, 0, 0
ഇൻറ്റു ബി ഇൻവേഴ്സ്, വീണ്ടും എ അല്ലേ, എ എന്ന് പറയുന്നത് ബി ഇൻറ്റു 0 1 2 0 0 0 0 0 0 ഇൻറ്റു ബി ഇൻവേഴ്സ്. അപ്പം ഇതെന്താ നമുക്ക് കിട്ടുക? ഇതെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ ഈ ഉള്ളിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 മെട്രിക്സ് ആണ് കിട്ടുന്നത്. സോ ബി ഇൻറ്റു നമ്മുടെ ആ 0 മെട്രിക്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 0 കിട്ടുക. സോ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇനിയും നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്